ഹായ് ഹലോ, എല്ലാവർക്കും മിഡ്ബൻ ഓർക്കിഡ് ഗാർഡൻ എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഈ ജീവിത സാഹചര്യത്തിൽ ജോലി മേഖലകളിൽ വർക്ക് പ്രഷർ അനുഭവിക്കാത്ത വ്യക്തികളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നായിരിക്കും അതിനുത്തരം. ജീവിതം എന്ന ഒരു കടലിലൂടെയുള്ള പായ്ക്കപ്പൽ യാത്രയാണ്. ഈ യാത്ര ചില നേരങ്ങളിൽ ഓളങ്ങളും തിരമാലകളും ആഞ്ഞടിക്കലും എല്ലാം കാരണം ഈ യാത്ര പലപ്പോഴും തടസ്സപ്പെടാം. അല്ലെങ്കിൽ ഈ അവസരത്തിൽ നിരാശ തോന്നാം. എന്നാൽ ഈ അവസരത്തിൽ യാത്ര ചെയ്യുന്നവരുടെ കൂടെ അവരുടെ അമ്മമാർ, അല്ലെങ്കിൽ അവരെ സ്നേഹിക്കുന്നവർ, അല്ലെങ്കിൽ ഭാര്യയാകാം, ഭർത്താവാകാം, അല്ലെങ്കിൽ നല്ലൊരു സ്നേഹിതനാകാം, സ്നേഹിതയാകാം, അവരുടെ കൂടെ ഒരു കരുത്തായിട്ട് അവരെ ഒന്ന് കേൾക്കാനായിട്ട് ഒന്ന് പ്രാർത്ഥിക്കാം. അമ്മ ഇവിടെയുണ്ട്, പേടിക്കേണ്ട, അമ്മ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ജീവിതത്തിൻ്റെ ആ യുദ്ധത്തിന് നടുവിൽ, ജോലി ഭാരങ്ങളുടെ നടുവിൽ, പരിഹാസങ്ങളുടെ നടുവിൽ, ഒറ്റപ്പെടുത്തലുകളുടെയും കുറ്റപ്പെടുത്തലുകളുടെയും നടുവിൽ, പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിൽ ഇവയെല്ലാം വകഞ്ഞു മാറ്റി ഒന്ന് മുന്നോട്ട് നീങ്ങുവാനായിട്ട് അവർക്ക് സാധിക്കും. അമ്മയുണ്ട് കൂടെ എന്നുള്ളൊരു വാക്ക്, കരയല്ലേ എന്നുള്ളൊരു വാക്ക്, പ്രാർത്ഥിക്കാമെന്നുള്ളൊരു വാക്ക്, എല്ലാം ശരിയാകും, ഒന്നും വിഷമിക്കേണ്ട എന്ന ആ ഒരു വാക്ക്. എനിക്ക് തോന്നുന്നത് ഒരമ്മ എന്ന നിലയിൽ ഈ മാതൃവചനത്തിന് ഏത് അമൃതിനേക്കാളും ശക്തിയുണ്ട് എന്നാണ്. ഒരമ്മയുടെ പ്രാർത്ഥന മക്കളുടെ ജീവിത മേഖലകളിൽ ഉണ്ടാകുന്ന പരീക്ഷണങ്ങളെ, സങ്കടങ്ങളെ, തകർച്ചകളെ, നിസ്സഹായ അവസ്ഥകളെയെല്ലാം ആദ്യം തടഞ്ഞു നിർത്തി മക്കളേൽക്കേണ്ടി വരുന്നതായ 100%-ൽ 75% വിഷമങ്ങളും അമ്മ ആദ്യം അത് പ്രാർത്ഥനയിലൂടെ തടഞ്ഞു നിർത്തി 25% മാത്രമേ അവരിലോട്ട് എത്തുകയുള്ളെന്നാണ് എൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ അതിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ജോലി മേഖലകളിൽ, മറ്റു ജീവിത മേഖലകളിലെ വിഷമങ്ങളും എല്ലാം ഒരമ്മയ്ക്ക്, അല്ലെങ്കിൽ നല്ലൊരു സ്നേഹിതന്, അല്ലെങ്കിൽ സ്നേഹമുള്ള ഒരു ഭർത്താവിന്, ഭാര്യയ്ക്ക് വിഷമം അനുഭവിക്കുന്ന ഒരു വ്യക്തിയോട് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. നോക്കൂ, ചെരുപ്പില്ലാത്തവൻ്റെ വേദന കാലില്ലാത്തവൻ്റെ വേദനയേക്കാൾ എത്രയോ കാഠിന്യം കുറഞ്ഞതാണെന്ന് അല്ലേ? പഠിച്ചു, ശ്രമിച്ചു, ഒരുപാട് ശ്രമിച്ചിട്ടും ഒരു ജോലി കിട്ടാതെ അലയുന്ന ഒരു വ്യക്തിക്ക് ജോലി മേഖലയിൽ പ്രഷർ അനുഭവിക്കുന്നവൻ്റെ വേദന എത്ര നിസ്സാരമായിട്ട് തോന്നും. എത്ര ശ്രമിച്ചിട്ടും ഒരു ജോലി കിട്ടാതെ അലയുന്നവൻ്റെ സങ്കടം അതാർക്ക് പറഞ്ഞാൽ സാധിക്കും? അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകളിൽ ഈ ജോലിയുള്ളവൻ എത്ര പ്രഷറാണെന്ന് പറഞ്ഞാലും ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ ആശ്വസിക്കേണ്ട, അല്ലെങ്കിൽ മനസ്സിനെ പാകപ്പെടുത്തേണ്ടതായ ഒരു കാര്യമാണ്, എനിക്കൊരു ജോലി ഉണ്ടല്ലോ, ഞാൻ പഠിച്ചതിനനുസരിച്ച് ദൈവം എനിക്കൊരു ജോലി തന്നല്ലോ. അപ്പോൾ ദൈവത്തോടുള്ള ഒരു നന്ദി നമുക്ക് മനസ്സിലൂടെ ദൈവത്തിന് പറയുവാനായിട്ട് സാധിക്കും. ഈ നന്ദി എന്നത് എൻ്റെ വിശ്വാസം കേവലം ഒരു വാക്ക് മാത്രമല്ല, അത് ഹൃദയത്തിൻ്റെ ഒരു ഭാവം കൂടിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നന്ദിയുള്ളവരായിട്ട് നമ്മുടെ ജോലിയിലുള്ള പ്രഷറിനെ അത് വലിയൊരു ഭാരമാക്കി എടുക്കാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഞാനൊരു ബസ് യാത്ര ചെയ്യുമ്പോൾ ആ ബസ്സിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്ക് ഞാൻ വായിച്ചു, ഈ നേരവും കടന്നു പോകുമെന്ന്. ശരിയല്ലേ? ഈ നേരവും കടന്നു പോകും. എത്ര കാഠിന്യമുള്ള വേദനകളാണേലും ആ വേദനകളെല്ലാം കടന്നു പോകും, ആ സമയമെല്ലാം കടന്നു പോകും. നക്ഷത്രങ്ങളില്ലാത്ത രാത്രികളും ഇരുണ്ടു മൂടിയ പകലുകളും കടന്നു പോകും. സ്വസ്ഥതയുടെ, സമാധാനത്തിൻ്റെ, കരുതലിൻ്റെ, ഊഷ്മളതയുടെ ജീവിതത്തിൻ്റെ ദിനരാത്രങ്ങൾ നമ്മളിലേക്ക് കടന്നു വരും. ആശ്വാസത്തിൻ്റെ മഞ്ഞു കണങ്ങളായിട്ട് അവ നമ്മളിലേക്ക് കടന്നു വരും. അത് നമുക്ക് സ്വപ്നം കാണാം.
ഈ സ്വപ്നം യാഥാർത്ഥ്യമാകുമെന്ന് വിശ്വസിക്കുകയും ചെയ്യാം. അതെ, നമ്മൾ സ്വപ്നം കാണുക ഒപ്പം വിശ്വസിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് യാഥാർത്ഥ്യമാകുക തന്നെ ചെയ്യും. നമ്മൾ കേട്ടിട്ടില്ലേ, നോ പെയിൻ നോ ഗെയിൻ. അതെ, പെയിൻ ഇല്ലാതെ നമുക്ക് വിജയം സാധ്യമല്ല. എൻ്റെ അധ്യാപന കാലത്ത് പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ പിറ്റേ ദിവസം ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കും, എല്ലാവരും നന്നായി പഠിച്ച് മിടുക്കരായോ, പ്രാർത്ഥിച്ചോ എന്ന് ചോദിക്കുമ്പം എല്ലാ കുട്ടികളും പറയും, പഠിച്ചു ടീച്ചറെ, നല്ലപോലെ പ്രാർത്ഥിച്ചു ടീച്ചറെ എന്ന്. അതിലൊരു കുഞ്ഞ് ആ സമയത്ത് എന്നോട് പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും എൻ്റെ മനസ്സിൽ പല പ്രാവശ്യം ഞാൻ വേദനകളിലോട്ടോ വിഷമങ്ങളിലോട്ടോ കടന്നു പോകുമ്പോൾ ചിന്തിച്ച് ഞാൻ വീണ്ടും തിരിച്ചു വരുന്ന ആ കുഞ്ഞിൻ്റെ വാക്കാണ്, ടീച്ചറെ ഞാൻ പ്രാർത്ഥിച്ചു, പഠിച്ചു, ഒപ്പം ഞാൻ തോറ്റാലും എനിക്ക് കരയാതിരിക്കാനായിട്ട് എനിക്ക് ശക്തി തരണേന്നും കൂടെ ഞാൻ പ്രാർത്ഥിച്ചു എന്ന് ആ കുഞ്ഞ് പറഞ്ഞ വാക്ക് എൻ്റെ മനസ്സിൽ ഇപ്പോഴും. ശരിയാ, നമ്മുടെ ജീവിതത്തിൻ്റെ തോൽവികളും പ്രയാസങ്ങളും വരുമ്പോഴും നമ്മൾ പിടിച്ചു നിൽക്കാൻ, അല്ലെങ്കിൽ ആ തോൽവിയിലൂടെ വിജയം കണ്ടെത്താനായിട്ട് ശക്തി തരണേ എന്നുള്ള ആ ഒരു കുഞ്ഞിൻ്റെ പ്രാർത്ഥന ശരിക്കും നമുക്ക് ഒരുപാട് അർത്ഥങ്ങൾ, നമുക്ക് ഒരുപാട് ശക്തി നമുക്ക് തരാനുണ്ട്. വേദന നിഷ്കളങ്കമായിട്ട് ആ കുഞ്ഞ് പറഞ്ഞതാണെങ്കിലും ആ വേദനയിൽ നിന്ന് തിരിച്ച് കയറുവാനായിട്ട് വളരെ ഊർജ്ജസ്വലതയുള്ളൊരു വാക്കായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പരീക്ഷയിൽ തോറ്റാലും ജയിക്കാനായിട്ട് ഞാൻ എന്നെ ഒരുക്കിയിട്ടുണ്ടെന്ന് ആ കുഞ്ഞ് പറഞ്ഞ ഒരു വാക്ക്. അതിനാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, സമ്മർദ്ദം ഒരു ബലൂൺ പോലെയാണ്. അതിലേക്ക് ശ്വാസം ഊതി വിടുകയല്ല വേണ്ടത്. അതിലോട്ട് ശ്വാസം വീണ്ടും വീണ്ടും നമ്മൾ എടുത്ത് അത് നിറയ്ക്കുന്നതിന് പകരം ശ്വാസം പുറത്തേക്ക് എടുത്തു കളയുക. അങ്ങനെ ഒന്ന് ശ്രമിക്കുക. ജോലി മേഖലയിൽ ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ, പ്രയാസമുള്ള സമയങ്ങളിൽ നമ്മൾ കണ്ണടച്ച് ഒരു 10 മിനിറ്റ് ഇരുന്ന് ശ്വാസം എടുക്കുക, ശ്വാസം പുറത്തോട്ട് വിടുക. അങ്ങനെ നമ്മളൊന്ന് പരിശീലിച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ നല്ല നല്ല പാട്ടുകൾ കേൾക്കുക. പിന്നെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, തീരെ പറ്റുന്നില്ലാത്തൊരവസ്ഥകളിൽ നോ പറയേണ്ടടുത്ത് നോ തന്നെ പറയണം. എന്നിട്ട് ആ ജോലിയിൽ നിന്ന് അല്പം വിശ്രമം എടുത്ത ശേഷം നല്ല മനസ്സിന് സന്തോഷവും സമാധാനവും തരുന്ന സ്ഥലങ്ങളിലേക്ക് ടൂർ പോകുക, മാനസിക ഉല്ലാസം നിറയ്ക്കുക. അങ്ങനെ നമുക്ക് വീണ്ടും നമ്മുടെ ശക്തി റീഗെയിൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ജോലി മേഖലയിൽ, പ്രത്യേകിച്ച് IT മേഖലകളിലൊക്കെ ഉള്ളവർ എല്ലാവരും പ്രഷർ അനുഭവിക്കുന്നുണ്ട്. എങ്കിലും IT മേഖലകളിലൊക്കെ ഉള്ളവർ വളരെയധികം സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്നത്. എന്നാൽ ഒരമ്മ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ഇതാണ്, മനസ്സിനെ നമ്മൾ തന്നെ സ്വയം ഇല്ലായ്മ ചെയ്യാതെ, ആ പ്രഷറിൽ തന്നെ നമ്മൾ ജീവിക്കാതെ മനസ്സിനെ ഉല്ലാസത്തിലേക്ക് നയിക്കുന്ന വഴികൾ നമ്മൾ തന്നെ കണ്ടെത്തുക. നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക, റിലാക്സ് ചെയ്യുക, നമുക്ക് ഉറങ്ങാനുള്ള സമയം കണ്ടെത്തുക. അങ്ങനെ നമ്മളെ തന്നെ ഒരുക്കിക്കൊണ്ട് നമ്മളുടെ പ്രഷർ ജീവിതത്തിൽ ഇല്ലാതാക്കാൻ ശ്രമിക്കുക. ഇത് ഒരിക്കൽ കൂടി ഓർക്കുക, ചെരുപ്പില്ലാത്തവൻ്റെ വേദനയേക്കാൾ എത്രയോ കാഠിന്യമാണ് കാലുകളില്ലാത്തവൻ്റെ വേദന. അത് മറക്കരുത്. നമ്മൾക്ക് ജോലിയുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം നമ്മൾ മനസ്സിൽ കരുതുക. ജോലിയില്ലാതെ പഠിച്ചിട്ടും ജോലിയില്ലാതെ അലയുന്നവൻ്റെ വേദന എൻ്റെ വേദനയേക്കാൾ എത്ര കാഠിന്യമുള്ളതാണെന്ന് മനസ്സിലാക്കി റിലാക്സ് ചെയ്യുക. ദൈവം തന്ന ജോലിയിൽ തുടരുക, സന്തോഷമായിരിക്കുക. ഇനിയും വളരെയധികം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. എങ്കിലും നമുക്കിനി അടുത്തൊരു സമയം പോയതിനാൽ, വലിയ നീണ്ട ഒരു വീഡിയോ ആയിപ്പോയതിനാൽ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. അതും വരെ എല്ലാവർക്കും ബൈ.